ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാനാണ്. മിക്സിയിലൊന്നും അടിച്ചല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗ്രേപ്പ് ജ്യൂസ്. പത്മശ്രീക്കും ഹരിശങ്കറിനും വളരെ ഇഷ്ടമുള്ള ജ്യൂസാണ്. അതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും വേനൽക്കാലം തുടങ്ങി പകൽ മുഴുവനും ചൂടാണ്. രാത്രി കുറേശ്ശെ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ പകൽ നമ്മൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക്, ഞാൻ ഒരാഴ്ച വരെയൊക്കെ വയ്ക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചത് കുടിക്കാം. അപ്പം ഉണ്ടാക്കിയത് വെച്ചാൽ നമ്മൾ വേറെ സ്ക്വാഷ് അതൊന്നും വാങ്ങി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചാൽ വളരെ ഹെൽത്തിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതാ ഒരു 3/4 കിലോ കറുത്ത മുന്തിരിങ്ങ, ജ്യൂസ് മുന്തിരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. ഗ്രേപ്സ് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്റർ ഉണ്ടത്. ഏകദേശം 1/2 ലിറ്റർ ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കിലോ പഞ്ചസാര ഇതിൽ നിന്ന് എടുക്കാം നമുക്ക്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിൽ എടുത്തോളണം കേട്ടോ, അല്ലാണ്ട് നമ്മൾ പറയണ പോലെയല്ല. നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് എടുത്തോളണം. ഇനി 2 കഷ്ണം കറുവപ്പട്ട ഇടുന്നുണ്ട് ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതിലേക്ക്. ഷുഗർ സിറപ്പ് അതിലേക്ക് അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ സോസ് പാൻ അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ച് 1/2 കിലോ പഞ്ചസാര നമുക്കിതിനകത്തേക്ക് ഇടാം. ഒക്കെ മനക്കണക്കാണ്ട് 1/2 കിലോ ഞാൻ പറയണമെന്നേ ഉള്ളൂ. അതായിട്ട് ഞാൻ അടുത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഒരു പാനിൽ വെച്ച് അത് തിളയ്ക്കാൻ വയ്ക്കാം. ഇത് വെറുതെ ഒന്ന് അലിഞ്ഞാൽ മതി, അധികം ഇങ്ങനെ സിറപ്പാക്കണ്ട, ഭയങ്കര കട്ടിയാക്കൊന്നും വേണ്ട. ഇത് അലിയാൻ വേണ്ടി മാത്രം, തിളച്ചാൽ മാത്രം, തിളച്ച് ഇതൊന്ന് ഉരുകി വരണം, അതിനുവേണ്ടി മാത്രം. ഡയറക്റ്റ് നമുക്ക് ചേർക്കാം, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഡയറക്റ്റ് അങ്ങ് കുടിക്കുമല്ലേ, അപ്പോൾ ഒന്ന് അരിച്ചൊക്കെ എടുക്കണതല്ലേ എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇത് തിളയ്ക്കാൻ വെച്ചേക്കാം. ഗ്രേപ്സ് വാങ്ങിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചു, ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അടത്തിയിട്ട് കുറച്ച് നേരവും കൂടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായി കഴുകിയാണ് എടുത്തേക്കണേ കേട്ടോ. നന്നായിട്ട് കഴുകി എടുക്കണം. പക്ഷേ ഇതിനകത്ത് വല്ല കെമിക്കലൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. നല്ല പുളിയുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ നിങ്ങളിത് ജ്യൂസായി കഴിയുമ്പോൾ ആ പുളിയൊന്നും നമുക്കറിയില്ല, വെറുതെ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയാണ്. സിറപ്പ് റെഡി ആയിട്ടുണ്ട്, ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും നോക്കാനില്ല, വെറുതെ തിളച്ചാൽ മാത്രം മതി. തിളപ്പിച്ചതാണ് എപ്പോഴും സേഫ്. എല്ലാം വെള്ളമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് എത്ര പ്യുവറാണെന്ന് പറഞ്ഞാലും, ഞാൻ ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്നു, വലിയ വലിയ പിള്ളേരാണ്, അപ്പോൾ പ്രായപൂർത്തിയായ പിള്ളേരാണ്. എന്നാലും അവർക്ക് കൊടുക്കണ വെള്ളം ഞാൻ ശരിക്കും തിളപ്പിച്ചാറിയ വെള്ളം. അപ്പോൾ അതേപോലെ തന്നെ ജ്യൂസിലേക്കാണെങ്കിലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നല്ലത്. അതുകൊണ്ടാണ് ഈ സിറപ്പും തിളപ്പിക്കേണ്ടത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ആ മെത്തേഡിലാണ്, തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതായത് സിറപ്പ് വേറൊന്നും ചെയ്യാനില്ല, പഞ്ചസാര തിളപ്പിച്ചു, അത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഇതിടാം. വെള്ളം തിളച്ചു. ആ വെള്ളം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതിനകത്തേക്ക് ഇനി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിത് ഇടുക. നോക്കിക്കോളൂ, കുറേ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടപ്പോൾ അതൊന്ന് പതുക്കെ പൊട്ടി, അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് ഇങ്ങനെ പുറത്തേക്കായിട്ടിരിക്കണം. ഇതിൽ അത്രേ പാടുള്ളൂ. ഇനി വേവിക്കാനോ തിളപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മാറും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി കൊണ്ടുവയ്ക്കാം.
കുറച്ച് നേരം നമ്മൾ ചൂടാറാനായിട്ട് വേണ്ടി വെച്ചപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഞാനിതൊന്ന് പതുക്കെ ഇളക്കിയായിരുന്നു കേട്ടോ. ഇളക്കിയപ്പോഴാണ് ഇങ്ങനെയായത്. ഇനി നമ്മൾ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പതുക്കെ നന്നായിട്ട് ഇളക്കാം. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മത്ത് ഉപയോഗിച്ച് നമുക്ക് പ്രസ് കൊടുക്കാം. അതൊക്കെ ആ കുരു അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോവും. അധികം നമ്മൾ പ്രസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ആ ഫ്ലഷ് അങ്ങോട്ട് അലിഞ്ഞു പോവും. അപ്പോൾ അത് വേണ്ട, അത് കടിക്കണം കുറച്ചൊക്കെ. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് പതുക്കെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിപ്പ് വെച്ച് ഞാൻ ഇതിനകത്തേക്കൊന്ന് അരിച്ചൊഴിക്കിയത്. ഇത് ആ ഫ്ലഷൊക്കെ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഞാൻ ആ ഫ്ലഷൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടു ഇതിനകത്തേക്ക്. ഇനിയിപ്പോൾ കുറച്ച് ആ ഗ്രേപ്സിൻ്റെ തൊണ്ടുണ്ടല്ലോ, തൊലി ഉണ്ടല്ലോ, അതും കൂടെ അതിങ്ങനെ അതിനകത്ത് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് അതിനെ ഒക്കെ ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തും ഉണ്ടാവും കുറച്ച് ജ്യൂസൊക്കെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതൊന്ന് എടുക്കാം. ഇത്ര എടുത്താൽ മതി, കൂടുതൽ ആവശ്യമില്ല. അതൊക്കെ പ്രസ്സാക്കി അതിൻ്റെ ജ്യൂസൊക്കെ ഫുള്ളെടുക്കാം. നമ്മളത് മാറ്റി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര സിറപ്പ് ഇതിനകത്തേക്ക് വയ്ക്കാം. ഈ കറുവപ്പട്ട ഇതിനകത്തേക്ക് തന്നെ കിടന്നോട്ടെ, എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ആക്കാം. ഇതേ നോക്കൂ, ഏകദേശം ഒരു 3 ലിറ്ററോളം ജ്യൂസ് നമുക്ക് റെഡിയാണ്. ഇതിന് ഞാൻ ചിലവാക്കിയത് ആകെ ഒരു 25-26 രൂപയ്ക്കുള്ള പഞ്ചസാരയും 50 രൂപയ്ക്കുള്ള ഗ്രേപ്സുമാണ്. പിന്നെ കുറച്ച് വെള്ളമല്ലേ, നമ്മളെടുക്കുന്ന വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പേരാണ് ഹണി ഗ്രേപ്പ് ജ്യൂസ് എന്നാണ് ഇതിന് പറയണത്. എല്ലാവരും ഉണ്ടാക്കാറുള്ളതൊക്കെ തന്നെ. ഇത് പുതിയൊരു കാര്യമാണെന്നൊന്നും ഞാൻ പറയണില്ല. എന്നാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷൊക്കെ മാറ്റി നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതിൻ്റെ പിന്നാലെ നടന്നാൽ നമുക്ക് നല്ല ജ്യൂസ് കിട്ടും. നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ആ ഫ്ലഷും വെള്ളവും കൂടെ ജ്യൂസും കൂടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് മധുരമൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ശരിക്കും എത്ര വേണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിൽ, ഇപ്പോൾ വീട്ടിൽ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കിയ കുട്ടികളൊന്നും അല്ലല്ലോ, നമുക്കറിയാമല്ലോ ഇത് എത്ര പഞ്ചസാര വേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ. ഞാൻ ഇത്തിരി മധുരപ്രിയയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് മധുരമൊക്കെ ഉള്ള സ്ക്വാഷ് കഴിക്കാനാണ് ഇഷ്ടം, ജ്യൂസ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിടും. നിങ്ങൾക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട. നമ്മുടെ ജ്യൂസ് റെഡി. നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇഷ്ടമാവും കുട്ടികൾക്ക്. അതുപോലെ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. See you.